ഇന്ത്യൻ സിറ്റിസൻസ് അവരിത് സമ്മതിക്കില്ല. കോൺഗ്രസ്സുകാർ എന്ത് നാടകം ചെയ്താലും ഏത് ഗൂഢാലോചന ചെയ്താലും ജമാഅത്തോ ചൈനയോ പാകിസ്ഥാനോ ആരുടെ പങ്കാളിയാക്കിയാലും ഈ നാടിൻ്റെ ജനങ്ങൾ ഭാരത് മാതാ കി ജയ് എന്നും പറഞ്ഞിട്ട് ഈ നാടിനെ സംരക്ഷിക്കും, രാജ്യത്തിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, MLA അടക്കമുള്ള ഏറെ ബഹുമാനരായ സഹപ്രവർത്തകരെ, ഈ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിദേശ ഏജൻസികളുമായി ചേർന്നുകൊണ്ട് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സുതാര്യമായ സത്യസന്ധമായ അന്വേഷണത്തിന് ആരാധനായ പ്രധാനമന്ത്രി ഉത്തരവിടുകയുണ്ടായി. പക്ഷേ ആ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് ഒരു പ്രതിഷേധ മാർച്ച്, അത് CJP എന്ന പേരിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് നമ്മൾ കാണുകയുണ്ടായി. ഈ സമരം നടക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി അവിടെ എത്തി ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. എന്താ നിങ്ങളുടെ ആവശ്യം? പാർലമെന്റിൽ ചർച്ച നടത്തണം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് പറഞ്ഞത്. അത് അംഗീകരിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് പിന്നീട് ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതെന്ത് നീതിയാണ്? ജനാധിപത്യ സംവിധാനത്തില് ലോകസഭയിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞു. അത് അംഗീകരിക്കാതെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നടത്തിയ സമരം നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു, മുമ്പ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചത് കർഷക സമരമായിരുന്നു. കർഷക സമരത്തിന്റെ അവസാനം നമ്മൾ കണ്ടു. ഇന്ത്യയുടെ പതാക വലിച്ചു കീറുന്ന ഖാലിസ്ഥാൻ വാദികളുടെ മുന്നിൽ കീഴടങ്ങിയ സമരം. ആ സമരം അങ്ങനെയാണ് അവസാനിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്, വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കേരള നിയമസഭയില് ആ നിയമത്തിനെതിരായി ഒരുമിച്ച് നിന്ന LDFും UDFും അതേ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് നടത്തിയ നീറ്റ് സമരം, ആ സമരത്തിന്റെ എന്താണ് അതിന്റെ പിന്നിലുള്ളത്? ആ സമരത്തിന് ആരാണ് ഫണ്ടിങ് നടത്തിയത്? നമ്മൾ കണ്ടു. CJPക്കാർ ഒരു കൈയിൽ ഭരണഘടനയും മറു കൈയിൽ കല്ലുമായിട്ടാണ് ആ പാർലമെന്റ് മുൻനിരത്തില് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നമ്മൾ കണ്ടത്. കേരളത്തിലെ ഒരു ചാനൽ പ്രവർത്തകന് വരെ ആ കല്ലേറിൽ പരിക്കുണ്ടായി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതീവ സുരക്ഷയുള്ള ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ പോലും എടുക്കേണ്ട മുൻകരുതലുകൾ പോലീസ് എടുത്ത് ആ സമരത്തെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴും അക്രമ സമരത്തിലേക്ക് പോയത് ഈ കർഷക സമരത്തിലെപ്പോൾ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അക്രമ സമരത്തിലെ വിദേശ ഏജൻസികൾ ആരാണ്, വിദേശ ഫണ്ടിങ് ആരാണ്, അത് അന്വേഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ പിന്നിലുള്ള ഇത്തരം ഗൂഢാലോചന, കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ സമരത്തെ സംബന്ധിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. സമാരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കില്ല. അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള കരുത്ത് കോടിക്കണക്കിന് വരുന്ന കൊണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പെടുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷനും MLAയുമായിട്ടുള്ള ശ്രീ V മുരളീധരൻ അവർ. ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മാർച്ചിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകൾ, ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് ശ്രീ BB ഗോപകുമാർ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം.
ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവും വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സമാനതകളില്ലാത്ത തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് ഇന്നലെ നടന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഇന്ന് വരെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി വഹിക്കുന്ന ഒരാൾ പോലും ഇത്രയും തരം താണ രീതിയിൽ പെരുമാറിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമമനുസരിച്ച് ഭരണഘടനയനുസരിച്ച് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ സമരത്തിനിറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനും അക്കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. കാരണം അവർ പാർലമെൻറ്റിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. പക്ഷേ പ്രതിപക്ഷം എതിർപ്പിൻ്റെ രാഷ്ട്രീയത്തിന് പകരം ഇന്നലെ ഡൽഹിയിൽ അഴിച്ചുവിട്ടത് അരാജകത്വത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നു. നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിലുടനീളം കലാപവും അക്രമവും അഴിച്ചുവിട്ടുകൊണ്ട് ഡൽഹിയിൽ മാത്രമല്ല ഇന്നലെ നടന്ന ചില പ്രചരണങ്ങൾ, സമരത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി വെടിയേറ്റ് മരിച്ചു എന്നുള്ളൊരു പ്രചരണം നടന്നു. വാസ്തവത്തിൽ ഇന്നലെ നടന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തിന് പിന്നിൽ ഒരു പെൺകുട്ടിയുടെ മരണം മാത്രമല്ല ലക്ഷ്യം വെച്ചിരുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വസതി അതീവ സുരക്ഷാ മേഖലയാണൊക്കെ ശരിയാണ്. പക്ഷേ ആ മേഖലയിലൂടെ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും കടന്നു പോകുന്ന പ്രദേശമാണ്. ഡൽഹിയിലെ ജനങ്ങൾ രാവിലെ ഓഫീസിൽ പോയി, രാവിലെ കോളേജിൽ പോയി, രാവിലെ സ്കൂളിൽ പോയി, വൈകുന്നേരം തിരിച്ചു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും രക്ഷാകർത്താക്കളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു പോകേണ്ട വഴിയാണത്. ആ വഴി മുഴുവൻ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ വഴിയിൽ അക്രമത്തിന് നേതൃത്വം നൽകാൻ, ആ വഴിയിൽ കലാപം അഴിച്ചുവിടാൻ, അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നമുക്കെല്ലാവർക്കും അറിയാം. നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലം, അതിൻ്റെ ക്രമക്കേടുകളെക്കുറിച്ച്, അതിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ആ വീഴ്ചകൾക്ക് ഉത്തരവാദികളായിട്ടുള്ള 13 പേർക്കെതിരായിട്ട് സർക്കാർ നടപടിയെടുത്തു. ആ 13 പേരെ നൽകാവുന്നതിൽ നിന്ന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകാൻ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെ നിയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നടപടികൾ എടുക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തരത്തിൽ അരാജകത്വം അഴിച്ചുവിടാൻ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ: രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കടുത്ത നിരാശ. ഏറ്റവും ഒടുവിൽ നടന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ, ആസാമിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു തുടർച്ചയായി 3-ാം തവണ. ബംഗാളിൽ കോൺഗ്രസ് നിശേഷം തുടച്ചു നീക്കപ്പെട്ടു, ഒരു സീറ്റ് പോലും ഇല്ലാതെ. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ കൂട്ടുകക്ഷിയായിട്ടുള്ള DMK-യുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ കോൺഗ്രസും DMK-യും ഉൾപ്പെടുന്ന മുന്നണി, ആ മുന്നണി നാമാവശേഷമായി. അങ്ങനെ രാജ്യത്തെ ജനങ്ങൾ തിരസ്കരിച്ച ഒരു പാർട്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് അരാജകത്വത്തിന് ആഹ്വാനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായിട്ട് പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഈ നാടിനോട് കൂറുള്ളവരുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അരാജകത്വത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന ഓഫീസിലേക്ക് ഈ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഈ മാർച്ചിനോട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാനായി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. We all have seen what Rahul Gandhi did yesterday in Delhi. We have all seen how, in the name of students and in the name of the NEET exam, Rahul Gandhi and his cronies tried to enter and attack the high security region outside the Prime Minister's house. It is unfortunate that 2 MPs, Rahul Gandhi and Priyanka Gandhi, and the Chief Minister of Kerala, who
has taken an oath on the constitution to follow the law, have merrily violated the law around the high security region. That apart, this marks the message to Rahul Gandhi and his Congress party. If your efforts are to subvert Indian democracy, to do a regime change in this manner through a mobocracy and through anarchy, if you are trying to attack Narendra Modi ji and intimidate the BJP, I will give you a clear message that we, the BJP, the hundreds and lakhs of our karyakartas and the people of India will not permit it, will not allow it, and we will fight hard to prevent democracy from being undermined. So let this be very clear. It is also very important today for every Indian to know that as far as youth is concerned, students are concerned, there is nobody more interested in and nobody is working harder than Narendra Modi ji and his government in building a better future for them. It is the right of every student and the parent to be upset about the NEET exam leaks. I also am a parent, I also have children. It is everybody's right to be angry about it. But we must also recognize that Prime Minister Narendra Modi ji has taken immediate steps, ordered a CBI investigation, sacked a lot of officers, changed them, and most importantly, conducted the retest of NEET successfully all across the country. But even then, the government of India under Narendra Modi ji is open to a discussion, open to a debate in parliament. They are completely recognizing the right of students to strike. None of this is a problem. But what is the problem? The problem is when certain forces under Rahul Gandhi try and hijack this issue, try and use this issue as a cover for the agenda of Umar Khalid, for the agenda of those who oppose Article 370 being removed, with the agenda of dividing India, the Tukde Tukde gang. When those elements and those actors come together with Rahul Gandhi to try and undermine democracy, I am sorry to break the bad news to Rahul Gandhi. What you can't win through the ballot box, you cannot win through anarchy. Democracy is democracy. Everybody has the right to protest. But democracy is not anarchy. Democracy is not mobocracy. Many are saying that this reminds of the 2013 protest that is witnessed in the country during Anna Hazare time. And the government is not listening to the people. Do you think that this criticism is valid? No, Also, that is not valid at all because our senior leader, former BJP president and the health minister met the students' representatives, took their representation, met them and have promised to look into the representation. What more do you want a government to do? The government has also agreed to have a debate in parliament. Look, in a democracy, when there are two opposing views, the temple where this is to be debated, disclosed, and people to come to a conclusion is the parliament. It is not on the streets. It is not mobs. It is not violence. No, I will, with great respect to your curiosity, there is no particular day that the government has to go meet a protester. When it was clear that they were not going to withdraw from the fast, the leaders, our JP Nadda ji went and met them. They came and met JP Nadda ji. There is no timetable.